ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന നമ്മുടെ എമ്പുരാൻ്റെ പടം, എമ്പുരാൻ എന്ന് പറയുന്ന പടം റിലീസായി കഴിഞ്ഞു. എല്ലാവരും വളരെ പ്രതീക്ഷയിൽ, ഇതിൻ്റെ ഒരു ആകാംക്ഷ നിറഞ്ഞാണ്, സർപ്രൈസിങ് ആയിട്ടാണ് ആൾക്കാർ ഇരുന്നത്. എല്ലാ സ്ഥലത്തും, കാസർഗോഡും പാലക്കാടും കൊച്ചി, അങ്ങനെ എല്ലായിടത്തും രാവിലെ മുതൽ ആൾക്കാർ ഇതിൻ്റെ ഒരു വരവിനായിട്ട് കാത്തിരിക്കുന്ന ഒരു സീനാണ് ഇപ്പം മൊത്തത്തിൽ കാണാൻ കഴിഞ്ഞത്. എല്ലാവർക്കും ഈ പടം എന്തായിരിക്കും, അല്ലെങ്കിൽ എന്ത് സർപ്രൈസിങ് ആണ് ഇതിനകത്തുനിന്ന് കാണാൻ വിതുമ്പി നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു എല്ലാവരിലും. പിന്നെ കാസർഗോഡൊക്കെ, പാലക്കാടും കാസർഗോഡും ഒക്കെ 3 മണി തൊട്ട്, വെളുപ്പിനെ 3 മണി തൊട്ടേ ആൾക്കാർ തടിച്ചു കൂടിയിരിക്കുകയാണ്. വൈകിട്ട് റിലീസിങ് കാത്ത് ഈ പടത്തിൻ്റെ ഒരു റിലീസിങ്ങിന് വേണ്ടി ആൾക്കാർ തടിച്ചു കൂടി കഴിഞ്ഞു. ഇവിടെ കവിത തിയേറ്ററിലാണ് എല്ലാവരും സിനിമ രംഗം മൊത്തവും ഒന്നടങ്കം വന്ന് ഈ സിനിമ കണ്ട് ഇറങ്ങുകയാണ്. പൃഥ്വിരാജ് ഫാമിലി, മോഹൻലാൽ ഫാമിലി, എല്ലാവരും, ഇന്ദ്രജിത്തിൻ്റെ ഫാമിലി. അപ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ച്, ദീപക് ദേവക, ആന്റണി പെരുമ്പാവൂർ, എല്ലാം പടത്തിലെ എല്ലാ ആൾക്കാരും, എല്ലാ ഗ്രൂപ്പുകളും എല്ലാവരും ഈ സിനിമ ഒത്തിണങ്ങി ഒന്ന് കണ്ടിട്ട് പോവുകയാണ്. അപ്പോൾ കണ്ടു കഴിഞ്ഞ് പൃഥ്വിരാജിനെ എല്ലാവരും വാരിപ്പുണരുകയാണ്. മോഹൻലാലിൻ്റെ വൈഫ് സുചിത്രയും വാരിപ്പുണർന്നു. അങ്ങനെ ഓരോരുത്തരും ഈ പടം കണ്ട്, അപ്പോൾ അതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം എത്രമാത്രം ഈ പടം വൻ വിജയത്തിലേക്കാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ അമ്മ ഈ പടം കണ്ടുകിട്ട് മോഹൻലാലിൻ്റെ കണ്ണ് നിറഞ്ഞുപോയി, മോഹൻലാലിനെ വാരിപ്പുണർന്നു. അങ്ങനെ ഓരോരുത്തരുടെയും, അപ്പോൾ ഈ പടത്തിൽ ഒരുപാട് ട്വിസ്റ്റുകൾ ഉണ്ടെന്ന് ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എല്ലാ മലയാളികളും ഈ പടം കാണാൻ എല്ലാ തിയേറ്ററിലും തിക്കും തിരക്കുമായിട്ടാണ് ഈ പടം ഓടുന്നത്. ഓൺലൈനിൽ ഒരുപാട് ടിക്കറ്റുകൾ വിറ്റഴിച്ച ഒരു പടമാണ് എമ്പുരാൻ. അപ്പോൾ ഇതെന്തായാലും ഒരു വൻ വിജയത്തിലേക്ക് തന്നെ എത്തുമെന്ന് 100% നമുക്ക് ഉറപ്പാണ്. പ്രണവ്, മോഹൻലാൽ എല്ലാവരും ഈ സിനിമ കണ്ടിട്ട് അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. പിന്നീട് ഈ സിനിമയിലെ വേറൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമയിൽ പിന്നെ കുട്ടിയുടെ വോയിസിൽ പാട്ട് പാടിയിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ പൃഥ്വിരാജിൻ്റെ മകളായ അലങ്കൃതയാണ് പാടിയിരിക്കുന്നതെന്നാണ് ദീപക് ദേവ് അത് പരസ്യമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു കുട്ടിയുടെ വോയിസ് ആരുടെയാണെന്ന് എല്ലാവരും തിരക്കിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ നമ്മുടെ പൃഥ്വിരാജിൻ്റെ മകൾ അലങ്കൃതയുടെയാണ്. പിന്നീട് വേറൊരു ഇംഗ്ലീഷ് സോങ് പാടിയിരിക്കുന്നത് നമ്മുടെ പ്രാർത്ഥന ഇന്ദ്രജിത്താണ്. വളരെ മനോഹരമായിട്ട് തന്നെ ആ കുട്ടി പാടിയിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എന്തായാലും നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഒരു സിനിമയെന്ന് പറയുമ്പോൾ അത് ഒരു വെറും പാഴ്വാക്കല്ല എന്നറിയാം. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് പൃഥ്വിരാജ്. അപ്പോൾ അദ്ദേഹം എടുത്ത എഫേർട്ടുകൾ ഒരുപാട്, അത് പിന്നെ ലാലേട്ടൻ്റെ അഭിനയ മികവും പിന്നെ പാട്ടുകളാണെങ്കിലും എല്ലാം നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയും. ഈ പടം ഒരു വൻ വിജയത്തിലേക്ക് എത്തിക്കേണ്ട എല്ലാ സംവിധാനങ്ങളും ഈ പടത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ സാരം. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് പടം വിജയിപ്പിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ മുന്നോട്ട് കൊണ്ടുവരിക. ഞങ്ങളെപ്പോലുള്ള ചെറിയ ചെറിയ ചാനലുകളെ മുന്നോട്ട് കൊണ്ടുവന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കാണുന്നവരാരെങ്കിലുമൊക്കെ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരിക.